ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പാചകം. ഇത് ഇന്ദിരയാണ്, എൻ്റെ അടുത്ത ബന്ധുവാണ്. അപ്പോൾ ഇന്ദിരയുടെ ഒരു സ്പെഷ്യൽ പാചകമാണ്. ഇന്ദിര പറയും അതിനെക്കുറിച്ച്. ഇതെല്ലാവരും കണ്ടു കാണും അല്ലേ? ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് കടച്ചക്ക എന്ന് പറയും. എന്താണ് നമ്മുടെ നാട്ടിൽ ഇവിടെ പറയുന്നത് കടച്ചക്ക എന്നാണ്. ഇനി വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് വെച്ചിട്ട് ഇന്നൊരു കറി ഉണ്ടാക്കാം. അത് എൻ്റെ ഹസ്ബൻഡ് കിഷോറിൻ്റെ അമ്മ കാന്തിമതി തമ്പാട്ടി നെല്ലമ്പൂരയാണ്. അവരുണ്ടാക്കിയൊരു കറിയാണ്. അപ്പോൾ അമ്മ എന്നെ പഠിപ്പിച്ചു തന്നതാണ്. ഗ്യാസുള്ളവർക്കൊക്കെ കുറച്ച് കുഴപ്പമുണ്ടാക്കുമോയെന്ന് അറിയില്ല. എന്നാലും അതിന് പകരം നമ്മൾ ഇത്തിരി ഉലുവ ചേർക്കാറുണ്ട് സാധാരണ. അപ്പം നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. കടച്ചക്ക മസാലക്കറി. അതെ, ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അതെ, കടച്ചക്ക ഇങ്ങനെ ചെറുതായി എരിയുക. തൊലി കളഞ്ഞ ശേഷം ചെറുതായി എരിയുക. ഇതിനധികം വേവൊന്നുമില്ല. പക്ഷേ എന്നാലും കുക്കറിലാണ് വെക്കാൻ നല്ലത്. കുക്കറിൽ വെച്ചാൽ നന്നായി വെന്തോളും. കൽച്ചട്ടിയിലാണ് പണ്ടുള്ളവർ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എല്ലാവരും കൽച്ചട്ടി എടുക്കാനൊക്കെ മടിക്കും. ഇപ്പോൾ കുക്കറിലാണ് എല്ലാവരും ചെയ്യാറല്ലേ. ആവശ്യത്തിന് മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ് എന്നിവ കൂടാതെ തേങ്ങയുടെ കൂടെ വറുത്തരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് ഇവയൊക്കെ. ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് മുളകൊക്കെ ചേർക്കാവുന്നതാണ്. കൂടാതെ ഈ കറിയിൽ നമ്മൾ പുളി ചേർക്കുന്നില്ല. കുക്ക് ചെയ്യുമ്പോൾ കടച്ചക്കയിൽ ഉപ്പ്, മഞ്ഞൾ എന്നിവ കൂടാതെ മുളക് പൊടിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. പ്രഷർ പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. തീരെ കുറച്ചാവരുത്, ഇപ്പം വറക്കാൻ പാകത്തിനായിക്കോട്ടെ. കാരണം വെളിച്ചെണ്ണ തീരെ കുറഞ്ഞാൽ അത് വറക്കുമ്പം അത് ശരിയാവില്ല. ഒരു ചെറിയ തേങ്ങയുടെ അരമുറി നാളികേരം ചിരണ്ടിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കുറച്ച് 2-3 മണി ഉലുവ ഈ വെളിച്ചെണ്ണയുടെ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരുപാടാവണ്ട, ഒരുപാട് ഉലുവ വേണ്ട. അത് ഓപ്ഷണലാണ്. ഈ കറിക്കൊരു തിക്നെസ് വരാൻ ഈ ഉലുവ ഇട്ടാൽ പിന്നെ ഒരു സ്വാദിനും കൂടി ഉലുവ ഇടാറുണ്ട്. അത് ഇഷ്ടമുള്ളവരിട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 2 സ്പൂൺ മല്ലി. അവിടെ പറയുന്നത്, കോഴിക്കോട് പറയുന്നത് കൊത്തമ്പാല എന്നാണ് മല്ലിക്ക് പറയുന്നത്. സവോള ഇടാം, ഒരു ചെറിയ സവോള, ഒരുപാട് വലുത് വേണ്ട, ചെറിയ സവോള. ഉലുവ അവിടെ ഇരുന്ന് മൂത്തോളും കേട്ടോ. അത് അവിടെ ഇരുന്ന് പാകത്തിന് മൂത്തോളും. ചുവന്ന മുളക് ആവശ്യത്തിന് ചേർക്കാം. എരിവ് ഈ കറിക്ക് എരിവ് വേണ്ടതുകൊണ്ട് ആവശ്യത്തിന് ചേർക്കാം. കറിവേപ്പിലയും ആവശ്യത്തിന് ചേർക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഉലുവ അവിടെ ഇരുന്ന് വറന്ന് വരുന്നുണ്ട്. ഇനി അത് മിക്സ് ചെയ്ത് ആയിക്കോ, നന്നായിട്ട് വറക്കാം. നാളികേരം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അത് നമുക്ക് നിർത്തിയിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ആ ചൂടിലൊരു നിറം മാറിക്കോളും. പാത്രഭാഗം എന്ന് പറയും. പാത്രത്തിലെ ചൂട് കൊണ്ട് അത് പിന്നെ ഇരുന്ന് ചൂടാവും ഒന്നുകൂടി. നമുക്കിത് ആറിയതിന് ശേഷം അരയ്ക്കാം. വെണ്ണ പോലെ അരയ്ക്കണം. എന്താ പറയുക, നല്ല പേസ്റ്റ് ആവണം. നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. അരയ്ക്കുന്നതിന് ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം പൊടിച്ചു കഴിഞ്ഞ് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. നമുക്ക് പൊടിക്കാം. ഒന്ന് പൊടിച്ചതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി അരയ്ക്കാം. കണ്ടല്ലോ, ഇതുപോലെ നന്നായി അരയണം. കടച്ചക്ക കുക്കായി. നമുക്കിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, ഒരുപാട് വെള്ളം ആയിട്ട് വേണ്ട കൂട്ടാൻ, കുറച്ച് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പാകത്തിനും ആവണം. എന്നാൽ ഒരുപാട് വെള്ളം ആവുകയായിരുന്നു. ലേശം കൂടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കടച്ചക്കയ്ക്ക് ചെറിയൊരു മധുരം കൂടി ഉണ്ട്. നന്നായി തിളക്കട്ടെ. 2-3 മല്ലിയില കൂടി ഇടാം. കഴിഞ്ഞു. ഇനി കടു വറുത്ത് കഴിഞ്ഞാൽ മസാലക്കറി റെഡി. ഇതിന് നമുക്ക് വെട്ടി തിളയ്ക്കുന്നുണ്ട് കണ്ടോ. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇത് കടു വറുത്താലോ. എന്നോട് അമ്മ പറയും, കുട്ടി കടുക് വറുക്കുമ്പം എണ്ണ ചൂടായിട്ട് മാത്രമേ ഇടാവൂന്ന്, അല്ലെങ്കിൽ പച്ച അടിക്കുന്നു പറയും. പൊട്ടിക്കഴിഞ്ഞു. ഇനിയാണ് ഒരു ഇടലിടൽ. നമുക്ക് തീരെ കേൾക്കണത്ര. ഇത്രയേ ഉള്ളൂ.
കോഴിക്കോടൻ ശൈലിയിലുള്ള ഈ കടച്ചക്ക മസാലക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുവാനും മറക്കരുതേ. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ.